Hello friends, welcome back to the class of Literary Criticism. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് T.S. Eliot മുന്നോട്ട് വെച്ച ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന ടേമിനെ കുറിച്ചാണ്. T.S. Eliot put forward the idea of dissociation of sensibility in his essay The Metaphysical Poets in 1921. 1921 പ്രസിദ്ധീകരിച്ച ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറയുന്ന ലേഖനത്തിലാണ് T.S. Eliot ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന ടേം ആദ്യമായി അവതരിപ്പിക്കുന്നത്. ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറയുന്ന ഈ എസ്സേയിൽ T.S. Eliot പറയുന്നു, 17-ാം നൂറ്റാണ്ട് വരെയുള്ള കവിതകൾക്കെല്ലാം യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ 17-ാം നൂറ്റാണ്ടിന് ശേഷം ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി സംഭവിച്ചു. അതിന്റെ ഫലമായി കവിതകളുടെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു. According to T.S. Eliot, to him, in the 17th century, a dissociation of sensibility set in, from which we have never recovered. The result was a decline in the poetic quality. അതായത് 17-ാം നൂറ്റാണ്ട് വരെയുള്ള കവിതകളൊക്കെ ഹൈലി ക്വാളിറ്റി ഉള്ള പോയംസ് ആയിരുന്നു. പിന്നീടാണ് കവിതകൾക്ക് എന്ത് സംഭവിച്ചത്? ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി സംഭവിച്ചത്. അതുകൊണ്ട് കവിതകളുടെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ട ആ ക്വാളിറ്റി തിരിച്ചു പിടിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറഞ്ഞാൽ? ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി സിംപ്ലി മീൻസ് ദാറ്റ് ദ സെപ്പറേഷൻ ഓഫ് thoughts and feelings. ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാം. ദാറ്റ് ഈസ് ദ സെപ്പറേഷൻ ഓഫ് തോട്ട്സ്, മൈൻഡ് ഓർ ബ്രെയിൻ ആൻഡ് ഫീലിങ്സ് മീൻസ് ഹേർട്ട്. കവിതകളിൽ തോട്ട്സും ഫീലിങ്സും നഷ്ടപ്പെടുന്നതിനെയാണ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുന്നത്. കവിതയില് തോട്ട്സ് എന്ന് പറയുന്ന മൈൻഡോ ബ്രെയിനോ ആയിരിക്കാം. അതുപോലെ എന്തുണ്ടായിരിക്കും? ഫീലിങ്സ്, ഹേർട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കവിതയിലെ തോട്ട്സും ഫീലിങ്സും ഇവ രണ്ടും സെപ്പറേറ്റ് ആയി വേർപിരിഞ്ഞു പോകുന്നതിനെയാണ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. T.S. Eliot പറയുന്നു, 17-ാം നൂറ്റാണ്ട് വരെയുള്ള കവിതകൾ, ഇംഗ്ലീഷ് പോയട്രിയുടെ ഗോൾഡൻ ഏജ് എന്നറിയപ്പെടുന്നത് 17-ാം നൂറ്റാണ്ട് വരെയാണ്. ഏറ്റവും മഹത്തായ കൃതികളുള്ള മഹാന്മാരായ കവികൾ ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു 17th സെഞ്ചുറി. ഈ 17th സെഞ്ചുറിക്ക് ശേഷം ആ പോയട്രിയുടെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു. അതിനെയാണ് എന്ത് പറയുന്നത്? ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി. According to T.S. Eliot, the highest point of English poetry was 17th century. After which there was a decline in the quality of poetry. ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റിക്ക് T.S. Eliot ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് കാരണങ്ങളുണ്ട്. എന്തെല്ലാമാണ് ആ രണ്ട് കാരണങ്ങൾ? ഒന്ന് സിവിൽ വാർ ആണ്. അക്കാലത്തുണ്ടായ ആഭ്യന്തര കലാപം, ആഭ്യന്തര യുദ്ധം ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റിക്ക് കാരണമായി എന്നത് ചൂണ്ടിക്കാണിക്കുന്നു. According to Eliot, the dissociation of sensibility occurred during the civil war. The second one, രണ്ടാമതായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് രണ്ട് കവികളെയാണ്, മിൽട്ടണെയും ഡ്രൈഡനെയും. ഈ പവർഫുൾ ആയിട്ടുള്ള ഈ പോയിറ്റ്സ്, ജോൺ മിൽട്ടൺ, ജോൺ ഡ്രൈഡൻ, ഇവരുടെ സ്വാധീനം കാവ്യലോകത്ത് വലിയ സ്പ്ലിറ്റ് ഉണ്ടാക്കി. എസ്പെഷ്യലി സ്പ്ലിറ്റിംഗ് ദ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ്. Eliot also mentioned the influence of the two most powerful poets, John Milton and Dryden, in causing the split between thought and feelings. Then further, according to Eliot, the metaphysical poets who wrote during the 17th century, such as John Dryden, Andrew Marvell, had a unification of sensibility. Unification of sensibility means union of thought and feelings. 17-ാം നൂറ്റാണ്ടിൽ എഴുതിയിരുന്ന മെറ്റാഫിസിക്കൽ പോയിറ്റ്സുകൾ, ജോൺ ഡ്രൈഡനും ആൻഡ്രൂ മർവെലിനെ പോലെയുള്ള മെറ്റാഫിസിക്കൽ പോയിറ്റ്സുകൾക്ക് അവരുടെ രചനയിൽ യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി ഉണ്ടായിരുന്നു. അതായത് അവരുടെ രചനയിൽ എന്തുണ്ടായിരുന്നു? യൂണിയൻ ഓഫ് തോട്ട്സും ആൻഡ് ഫീലിങ്സ്. ഇത് രണ്ടും ചേർത്ത് അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിരുന്നു? രചന നടത്താൻ സാധിച്ചിരുന്നു. ഇവരുടെ കൃതികളിൽ എന്തുണ്ടായിരുന്നു? യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി ഉണ്ടായിരുന്നു.
ഈ യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി ഇല്ലാതാവുന്നതാണ് എന്ത്? ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. എന്താണ് യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റിക്കുള്ള ഉദാഹരണങ്ങൾ? എക്സാമ്പിൾസ് ഫോർ യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി. അതിന് മികച്ച ഒരു ഉദാഹരണമാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കവിതയാണ് എ വാലിഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് ബൈ ജോൺ ഡൺ. ജോൺ ഡൺ എഴുതിയ വാലിഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് എന്ന് പറയുന്ന പോയം നമുക്കറിയാവുന്നതാണ് എന്താണ് അതിൽ പറയുന്നത് എന്ന്. രണ്ട് ലവേഴ്സിന്റെ സെപ്പറേഷൻ ആണ് അതിലൂടെ സൂചിപ്പിക്കുന്നത്. അതിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്? ടു ലെഗ്സ് ഓഫ് കോമ്പസ്, അല്ലെ? കോമ്പസിന്റെ രണ്ട് ലെഗ്സുമായിട്ട് അതിനെ കമ്പയർ ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജോൺ ഡൺ ഈസ് in his poem A Valediction Forbidding Morning had compared two lovers separated by distance with two legs of a compass. അകന്നിരിക്കുന്ന കാമുകി കാമുകന്മാർ, അല്ലെ, അവരെന്തുമായിട്ട് താരതമ്യം ചെയ്തു? ഒരു കോമ്പസിന്റെ രണ്ട് ലെഗ്സുമായിട്ട്. അവര് ഡിസ്റ്റൻസ് ദൂരെയാണ്, അകന്നിരിക്കുന്നവരാണെങ്കിലും അവരുടെ ലവ് കൊണ്ട് അവരെന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു? യുണൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന തോട്ട് നമുക്ക് അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ജോൺ ഡൺ പ്രസന്റ് ചെയ്ത ആ മെറ്റഫർ ആണ് എന്തെന്ന് പറയുന്നത്? കോമ്പസ് എന്ന് പറയുന്നത്. ദ പോയറ്റ് ഹാസ് തോട്ട് എ ലോട്ട് ടു കം അപ്പ് വിത്ത് such an extended metaphor where he is comparing two lovers separated by distance to the two legs of compass, and at the same time the poet has also felt deeply to convey the right emotions in the poem. ഈ കവിതയിൽ യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി ഉണ്ട്. അതായത് തോട്ടും ഉണ്ട്, ഫീലിങ്സും ഉണ്ട്. ഇങ്ങനെ ഒരേ സമയം തോട്ടും ഫീലിംഗും പ്രസന്റ് ചെയ്യുന്നതാണ് എന്ത്? യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി. ഇത് രണ്ടായി സ്പ്ലിറ്റ് ചെയ്തു പോകപ്പെടുന്നതാണ് എന്ത്? ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി. തോട്ട് മാത്രമായി മാറുകയോ അല്ലെങ്കിൽ ഫീലിങ്സ് മാത്രമായി മാറുകയോ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക? ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു T.S. Eliot, the best poetry is that which is created by combining emotion with intellect. T.S. Eliot പറയുന്നുണ്ട്, ഏറ്റവും മികച്ചൊരു കവിത, ഏറ്റവും മികച്ചൊരു കാവ്യം രചിക്കപ്പെടുന്നത്, സൃഷ്ടിക്കപ്പെടുന്നത് ഇമോഷനും ഇന്റലക്റ്റൂടെ ചേർക്കപ്പെട്ടായിരിക്കും. അതായത് ബ്രെയിനും ഹേർട്ടും കൂടെ എന്ത് ചെയ്യപ്പെട്ടതായിരിക്കും? ചേർക്കപ്പെട്ടതായിരിക്കും. അതായത് തോട്ടും ഫീലിംഗും കൂടെ ചേർന്നതായിരിക്കും ഒരു മികച്ച കവിത എന്ന് T.S. Eliot സൂചിപ്പിക്കുന്നു. അദ്ദേഹം ഇങ്ങനെ പറയാനുള്ള കാരണം 17-ാം നൂറ്റാണ്ട് വരെ അദ്ദേഹം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ 17-ാം നൂറ്റാണ്ട് വരെ ഉള്ള കവിതകളില് കവികള് ഏറ്റവും മികച്ചതായിട്ട് തോട്ടും ഫീലിംഗും എന്ത് ചെയ്യപ്പെട്ടിരുന്നു? പ്രസന്റ് ചെയ്തിരുന്നു. അതായത് അത്തരം കവിതകൾക്ക് എന്തുണ്ടായിരുന്നു? യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ 17-ാം നൂറ്റാണ്ടിന് ശേഷം ആ യൂണിഫിക്കേഷൻ നഷ്ടപ്പെടുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുന്നത്. Eliot observed the poets until the 17th century thoughts and felt. However, with the onset of scientific rationalism in the Enlightenment or Neoclassical age, poets only have thoughts. പക്ഷെ ശാസ്ത്രീയമായ യുക്തിചിന്തകൾ ഉണ്ടായപ്പോ എൻലൈറ്റ്മെന്റ് ഇറയില്, പ്രത്യേകിച്ച് ഏതാണ്? ജ്ഞാനോദയം, വിജ്ഞാനം കുതുകികളായിട്ടുള്ള കാലഘട്ടം ഉണ്ടായ ആ പീരിയഡില്, നിയോ ക്ലാസിക്കൽ ഏജില് പോയറ്റ്സിന് ഏറ്റവും കൂടുതൽ പ്രസന്റ് ചെയ്തത് എന്തിനെയായിരുന്നു? ഓൺലി ദ തോട്ട്സ്. ഇപ്പൊ നിയോ ക്ലാസിക്കൽ ഏജിലൊക്കെ അല്ലെങ്കിൽ റാഷണലിസ്റ്റ് ആയിട്ടുള്ള ആ കാലഘട്ടത്തില് എൻലൈറ്റ്മെന്റ് ഇറയില് പോയത്തിലൂടെ പ്രസന്റ് ചെയ്യപ്പെട്ടിരുന്നത് തോട്ട്സ് മാത്രമായിരുന്നു. അതിനുള്ള എക്സാമ്പിൾ ആണ് ഡ്രൈഡന്റെയും അലക്സാണ്ടർ പോപ്പിന്റെയും ഒക്കെ കവിതകള്. This is observed in the poem of Dryden and Alexander Pope. അങ്ങനെ നിയോ ക്ലാസിക്കൽ ഏജ് കഴിഞ്ഞിട്ട് പിന്നീട് ഉണ്ടായതാണ് എന്ത്? റൊമാൻറ്റിക് ഏജ്. വില്യം വേർഡ്സ്വർത്തിന്റെയും സാമുവൽ ടൈലർ കോൾറിഡ്ജിന്റെയും കീറ്റ്സിന്റെയും ഒക്കെ കാലഘട്ടം റൊമാൻറ്റിക് ഏജ്. ആഫ്റ്റർ ദ നിയോ ക്ലാസിക്കൽ ഏജ് കെയിം ദ റൊമാൻറ്റിക് ഏജ്. എന്തായിരുന്നു റൊമാൻറ്റിക് ഏജിലെ പ്രത്യേകത? റൊമാൻറ്റിക് ഏജിലേക്ക് വന്നപ്പോ പോയറ്റ്സ് കൂടുതലായി കവിതകളിൽ പ്രസന്റ് ചെയ്തത് ഫീലിങ്സ് ആയിരുന്നു. അവർക്ക് എന്താണോ ഫീൽ ചെയ്തത് അതായിരുന്നു അവർ പോയട്രിയിലൂടെ പ്രസന്റ് ചെയ്തത്. അപ്പൊ ഇവിടെ എന്തുണ്ടായി? ദ ലാക്ക് ഓഫ് തോട്ട്സ്. തോട്ട് ഇല്ലാതെ വന്നു. ഇൻ ദ റൊമാൻറ്റിക് ഏജ് പോയറ്റ്സ് ലൈക്ക് വേർഡ്സ്വർത്ത് ആൻഡ് കോൾറിഡ്ജ് ഓൺലി ഫെൽറ്റ്. ദേ ഓൺലി പ്രസന്റ് വാട്ട് ദേ ഫെൽറ്റ്.
അപ്പോൾ 17th സെഞ്ചുറിക്ക് ശേഷം പിന്നീട് വന്ന നിയോ ക്ലാസിക്കൽ ഏജിൽ തോട്ടുണ്ട്, ഫീലിങ്സ് ഉണ്ടായില്ല. റൊമാൻറ്റിക് ഏജിലേക്ക് വന്നപ്പോൾ ഫീലിങ്സ് ഉണ്ട്, തോട്ട് ഉണ്ടായില്ല. Again, in the Victorian age, there was a return again to thinking with the poets like Tennyson and Robert Browning. വീണ്ടും വിക്ടോറിയൻ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ അവിടെ സംഭവിച്ചത് കവികൾ വീണ്ടും എന്തിലേക്ക് തിരിച്ചുപോയി? തോട്ട്സിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ ഈ വിക്ടോറിയൻ ഏജിൽ എഴുതിയ കവിതകളിൽ തോട്ട്സ് പ്രസന്റ് ചെയ്യപ്പെട്ടു. പക്ഷേ അവിടെ എന്ത് ലാക്കായി? ദ ലാക്സ് ഓഫ് ഫീലിങ്സ്. വിക്ടോറിയൻ പോയിറ്റ്സ് ആയിട്ടുള്ള ആൽഫ്രഡ് ലോർഡ് ടെന്നിസന്റെയും റോബർട്ട് ബ്രൗണിങ്ങിന്റെയും കവിതകളിൽ നമുക്ക് തോട്ട്സ് കാണാം, പക്ഷേ ഫീലിങ്സ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറയുന്ന എസ്സേയിൽ ടി.എസ്. എലിയട്ട് മോഡേൺ പോയട്രി എഴുതുന്നവരോട്, എസ്പെഷ്യലി ദ ഏജ് ഓഫ് മോഡേൺ ഏജിലെ കവികളോട് പറയുകയാണ്, നമ്മൾ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. എന്തിനെ? ആ യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റിയെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. പോയട്രിയിൽ തോട്ട്സും ഫീലിങ്സും ഉണ്ടായിരിക്കണമെന്ന്. എലിയട്ട് റിക്വസ്റ്റ്സ്, എലിയട്ട് പ്ലീഡ്സ് for the reintegration of thoughts and feelings in the poetry of modern age. അതുകൊണ്ട് തന്നെയാണ് ടി.എസ്. എലിയട്ട് എഴുതിയ അദ്ദേഹത്തിന്റെ മികച്ച കവിതകളിലെല്ലാം ഈ യൂണിഫിക്കേഷൻ ഓഫ് തോട്ട്സ്, യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി ഉണ്ട്. അതിന് ഏറ്റവും മികച്ചൊരു ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ദ വേഴ്സ് ലാൻഡ് എന്ന് പറയുന്ന കവിത. Therefore his poems such as The Verse Land have unification of sensibility. തോട്ടിന്റെയും ഫീലിങ്സിന്റെയും യൂണിഫിക്കേഷൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കവിതകളിൽ. ഏറ്റവും മികച്ച കവിതകൾ എന്ന് പറയുന്നത് യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി ഉള്ളതാണ് എന്നാണ് ടി.എസ്. എലിയട്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ ഡിയേഴ്സ്, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി കാണാം. അതുവരെ ഗുഡ് ബൈ.